നമ്മൾ വയ്ക്കാൻ പോകുന്നത് അയല നാടൻ കറി. നമ്മൾ തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് നമ്മുടെ വീട്ടുകളിൽ സാധാരണ ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയാണോ വയ്ക്കുന്നത് അതുപോലെ വെച്ച് കാണിക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം. അയലത വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ നന്നായി അരച്ചത്, മാങ്ങ ചെത്തിപ്പുളി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുളക് പൊടി ഇത്തിരി കൂടുതൽ വേണം, അതുകൊണ്ടാണ് അതിൽ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചത്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചുമന്നുള്ളി ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഇനി മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളതെല്ലാം ഇതിൽ നിന്ന് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതിൽ നിന്നും നമ്മൾ എടുക്കും. നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടിച്ച് വെച്ച ചുമന്നുള്ളിയാണ് അതിൽ കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പച്ചമുളക് കൊടുക്കാം. അപ്പോൾ ചുമന്നുള്ളി ഇടിച്ചത്, പച്ചമുളക് കൊച്ചായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇച്ചിരി നമുക്ക് എരിവ് വേണമല്ലോ, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കൊടുക്കാം. ഞങ്ങളുടെയൊക്കെ നാട്ടുകളിൽ ഇത് കൈ കൊണ്ടങ്ങ് ഞെരടും. ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്ന് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ കൈ കൊണ്ടൊന്ന് തടവി വിടും. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല, തവി വെച്ച് തന്നെ ഞാൻ ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മഞ്ഞപ്പൊടിയും ഉലുവപ്പൊടിയും കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ എടുത്തോണ്ട് വരട്ടെ. ഇതാണ്ടേ, 1 സ്പൂൺ മഞ്ഞപ്പൊടി കൊടുക്കാമേ. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് 1, 2, 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൊടുത്തു. ഇനി നമ്മൾ ഉലുവാപ്പൊടിയാണ് കൊടുക്കുന്നത്. മാങ്ങ ഇട്ട് കറി വെക്കുമ്പോൾ ഇച്ചിരി ഉലുവയൊക്കെ കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ്. ഒരു നല്ല മണവും ഗുണവും കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാമേ. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും കൂടെ കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചേർത്തിളക്കാം. ഇനി ഇതിൽ നമുക്ക് വെള്ളം കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ചേർക്കാം. ആ ഇടിച്ച ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചിയും മുളകും പൊടികളും തമ്മിലൊന്ന് നന്നായിട്ട് യോജിക്കട്ടെ. നമ്മൾ എണ്ണ കൊടുത്തില്ലേ, എണ്ണയില്ലാത്ത കറിയാണ്. ഈ കപ്പിന് 4 കപ്പ് വെള്ളം ഒഴിക്കാം. 1, 2, 3, 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് നന്നായി യോജിപ്പിക്കാം. ഇതുവരെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടില്ലേ, ഇത് വെളിയിൽ വെച്ച് ചെയ്യുന്ന കാര്യമാണ്. അടുപ്പ് കത്തിച്ചിട്ടില്ല. നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് കറിച്ചട്ടിയിലോട്ട് നമ്മൾ ഇത്രയും ചെയ്ത് വരികയാണ്. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് നന്നാക്കിയതിന് ശേഷമേ നമ്മൾ അടുപ്പിലോട്ട് വെച്ച് തീ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി നമ്മൾ കറിച്ചട്ടിയും കറിയും അടപ്പത്ത് വെച്ചു. അത് ഒന്ന് ചൂടാകട്ടെ, നന്നായി ഒന്ന് ചൂടാകട്ടെ. ഇനി ഞാൻ അടച്ച് വയ്ക്കാം. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. കറി നന്നായി തിളച്ചു. കറി നന്നായി തിളച്ചു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൊടുക്കാമേ. മാങ്ങ കൊടുക്കുകയാണേ. മാങ്ങ ഒരു അര വേവാകുമ്പോൾ നമുക്ക് മീൻ കൊടുക്കാം. നോക്കുകയാണേ, കറി നന്നായി വെന്തിട്ടുണ്ട്. മാങ്ങ ഒരുവിധം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ കൊടുക്കാം. മീൻ അമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഓരോന്ന് വീതം വെച്ച് കൊടുക്കുകയാണ്.
അമ്മച്ചിക്ക് ഇച്ചിരി നീളക്കുറവൊക്കെ ഉണ്ട് മക്കളെ, അതുകൊണ്ടാണ് എത്തിപ്പിടിച്ചൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതിനെ അമ്മച്ചി ഒന്ന് ചുറ്റിക്കാം. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായി നമുക്ക് കറി നോക്കാം. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങാരപ്പും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു, ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും കൂടെ കൊടുക്കും. ഇവിടെ ഉപ്പ് അധികം വേണ്ട, അപ്പോൾ കുറച്ച് ഉപ്പ് മതി. ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് ചുറ്റിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം. ഉപ്പും കൂടെ കൊടുത്തു. ഒരു ശകലം വെള്ളവും കൂടെ കൊടുക്കാം. മതി. ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ കറി റെഡിയാവും. ഇതിനോടൊപ്പം ഇച്ചിരി കരിയാപ്പിലയും കൂടെ കൊടുക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കുകയാണ്. കറി വേവട്ടെ. നമുക്ക് കറി ഒന്ന് നോക്കാം. കറി ഒന്നും കൂടെ ഒന്ന് പറ്റട്ടെ. അപ്പോൾ കറി വെന്തു. ഞാൻ വാങ്ങി വെക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. നമുക്ക് കറിയുടെ ടേസ്റ്റ് നോക്കാമേ. ടേസ്റ്റ് ഒന്ന് നോക്കുവാണേ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. മീൻ കറിയും ചപ്പാത്തിയും കൂടെ കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. ഇതേപോലെ മാങ്ങായും തേങ്ങായും വെച്ച് അയില കറി വെക്കുക. ഇതിഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു റെസിപ്പിയായി വരുവോളും. ബൈ മക്കളെ.